It's Mamas and Boys Day Out. ഞങ്ങൾ ചില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് ഇവിടുന്ന് അനങ്ങാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, അതുകൊണ്ട് ഷോപ്പിങ്ങിന് എന്തായാലും വിഷ്ണുവിനെ വിളിക്കരുതെന്ന് പറഞ്ഞു. അതിലെല്ലാം ഫോണുണ്ടാവോ ഓടാൻ? അപ്പൊ എനിക്ക് മനസ്സിലായി എന്നൊക്കെ കുറച്ച് കിളി വിഷ്ണുവിന് കുറവാണ്. ഫോണിലല്ലേ സംസാരിച്ചോണ്ടിരിക്കണ്ടായിരുന്നേ. എന്താണ് നിന്റെ അച്ഛൻ ഇങ്ങനെ? കുറേ പേര് ഗസ് ചെയ്ത് കണ്ടു രോഹിത്തിന്റെ എൻഗേജ്മെന്റിനാണോ ഞാൻ നാട്ടിലോട്ട് വരുന്നത് എന്നുള്ളത്. അത് ഞാൻ അവിടെ തന്നെ വെച്ച് പോന്നിക്കണം. 5-6 ടോപ്പ് കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പം അതേ വിലയ്ക്ക് നമുക്കൊരു 3-4 ടോപ്പൊക്കെ കിട്ടുന്നുള്ളൂ. ഒരു ഗിഫ്റ്റ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് വിഷ്വലി ചാലഞ്ച്ഡ് ആണ് എന്നൊക്കെ എന്നുള്ള മട്ടില് മെന്റലി ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് ആ ഗിഫ്റ്റ് അവർ ഡിക്ലൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ മാസ്റ്റർ ചെയ്ത ഒരാളാട്ടോ. റെഡിയാണോ? ഹലോ ഗായ്സ്, വാട്ട്സ് ആപ്പ്? ഇറ്റ്സ് മമാസ് ആൻഡ് ബോയ്സ് ഡേ ഔട്ട്. ഞങ്ങൾ ചില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ലോബി കണ്ണിൽ ലൈറ്റ് അടിക്കുന്നുണ്ട്. ചുമ്മാട്ടോ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കണു. ഇവിടെ തണുപ്പൊക്കെ മാറി നല്ല അടിപൊളി വെതറാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം നാളെ നമ്മൾ കാത്തിരുന്ന് ആ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവുകയാണ്. നാളെ രാവിലെ 7:30-ക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. ഏകദേശം ഒരു 5:30 ആകുമ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തണം. 5:30-6 മണിയാകുമ്പോൾ എത്തിയാൽ മതി. എയർപോർട്ടിലെത്തണം. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മണി 4:45 ആകുമ്പോൾ ഇറങ്ങേണ്ടി വരും. ഓൾമോസ്റ്റ് പാക്കിംഗ് എല്ലാം ഇത്തവണ തീർത്ത് വെച്ചിരിക്കുന്നു. കാരണം അവസാന നിമിഷം കിടന്ന് ഓടാൻ വേണ്ടി വയ്യ. പക്ഷെ പാക്ക് ചെയ്ത് വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. പക്ഷെ പാക്ക് ചെയ്ത് വന്നപ്പോൾ അവസാനം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി ബാക്കിയുണ്ട്. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ അവസാനത്തേക്ക് നമ്മൾ വെക്കും. അപ്പോൾ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിന് വേണ്ടി നമ്മൾ പോവുകയാണ്. ചെറിയൊരു മടി ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം പോകാൻ. പക്ഷെ നല്ല അടിപൊളി വെതറാണ്. ജാക്കറ്റിനൊന്നും ആവശ്യമില്ല. ഞങ്ങൾ രണ്ടുപേരും നല്ല ചില്ലായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലവി കിടിലം വെതറാണ് അല്ലേ? അതെ. അപ്പൊ ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾക്ക് വെക്കേഷൻ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ നമ്മുടെ ഒപ്പം പോരൂ. ഇന്ന് തൊട്ട് എൻ്റെ ഒപ്പം കൂടിക്കോളൂ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വെക്കേഷൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചില്ലായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ? അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീഷ് പ്രൊഫഷണൽ. പോയിട്ട് വരാം. ബൈ. വിഷ്ണു ഇവിടെ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുകയായിരിക്കും കേട്ടോ, അല്ലേ? ആർക്കാ ടോസ് കിട്ടിയ? നമ്മള് ട്രിപ്പ് പോകാൻ വേണ്ടി പോകുമ്പോൾ അവിടുന്ന് എങ്ങനെ നമുക്ക് ക്രിക്കറ്റ് കാണാം, ഇന്ത്യ ഫൈനലിൽ വരുന്നുള്ള പ്രതീക്ഷയിലൊക്കെ വിഷ്ണു ആ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് പോണേ, അല്ലേ? ഇന്ന് ഇവിടുന്ന് അനങ്ങാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, അതുകൊണ്ട് ഷോപ്പിങ്ങിന് എന്തായാലും വിഷ്ണുവിനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോയിട്ട് ചില്ല് ചെയ്തിട്ട് വരാം. ഓക്കെ? ഞങ്ങളുടെ ചില്ലിങ് കണ്ട് അസൂയ വരുമോ? ഞങ്ങൾ പോയിട്ട് വരാം. ഒരു വിഷ്ണു മറ്റൊരു വിഷ്ണുവിന്റെ കയ്യിലിരിക്കുന്നു. അത് ജാക്കറ്റിന്റെ ആവശ്യമുണ്ടോ? ജാക്കറ്റിന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നണം. യുവി ഇപ്പൊ കുറച്ച് ബിഗ് ബോയ് ആയതുകൊണ്ട് ഞങ്ങൾ കാർ സീറ്റ് ആയിട്ട് വീട്ടിന്റെ അകത്തേക്കൊന്നും വരാറില്ല, അല്ലേ? യുവിനെയും കൊണ്ട് കാർ സീറ്റിൽ വെക്കും. ഒരു കാർ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ഫുൾ ശ്രദ്ധ അതിലായിരിക്കും. കാറ് പാർക്ക് ചെയ്യണോ? തിരിഞ്ഞൊക്കെ നോക്കണം. ഞാനും റെഡിയായി. അപ്പൊ ഞങ്ങൾ പോയിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. പോവാം. ലെറ്റ്സ് ഗോ. യുവി ഇന്ന് സൂര്യനൊക്കെ വന്നതിന്റെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഞാൻ ഇറങ്ങിയപ്പോൾ ലഞ്ച് കഴിച്ചിട്ടില്ല. യുവിക്ക് മാത്രം ലഞ്ച് കൊടുത്ത് ഇറങ്ങുക ചെയ്തത്. നമുക്ക് പോയിട്ട് ആദ്യം എന്തെങ്കിലും ഭലേ ബേഷായി കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങൾ വാങ്ങിക്കുന്നതിലോട്ട് ഇറങ്ങാം. നമ്മൾ എന്താ വീഡിയോന്റെ ഒരു റിയൽ വൈബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ എന്തായാലും പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് എന്താ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വിഷമായിട്ട് കിടക്കും. പറഞ്ഞുകൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും എനിക്ക് പറയണം തോന്നുന്ന ഒരു കാര്യം പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ധാവണി ഹാമ്പറും അതേപോലെ നമ്മുടെ ഓർഗനൈസിങ് സെറ്റും ഗിഫ്റ്റ് ചെയ്യുന്ന 4 ആൾക്കാരുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഓർഗനൈസിങ് സെറ്റ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് സെബ്നയായിരുന്നു. സെബ്ന UAE വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സെബ്ന വിഷ്വലി കുറച്ച് ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരിക്കലും ആ ഒരു റീസൺ കാരണമല്ല നമ്മൾ ആ ഗിഫ്റ്റ് സെബ്നയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ച്. സെബ്ന ചെയ്ത കമന്റിൽ ഓർഗനൈസിങ് എത്രത്തോളം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ളതും ഓർഗനൈസിങ് ചെയ്താണ് അവർ ഇത്രയും വർഷത്തോളം കാര്യങ്ങളെല്ലാം ഈസി ആയി ചെയ്ത് ജീവിക്കുന്നതെന്നുള്ള ഒരു മെൻഷനിങ് എന്നാണ്. എന്തായാലും ഒരു ഓർഗനൈസിങ് സെറ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ തീർത്തും അർഹയായിട്ടുള്ള ഒരാളാണ് സെബ്ന നമുക്ക് തോന്നിയിട്ടാണ് അങ്ങനെ നമ്മൾ അവരെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അവരിട്ട ഒരു കമന്റിന്റെ താഴെ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഗിഫ്റ്റ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര്
വിഷ്വലി ചാലഞ്ച്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞ എന്നുള്ള മട്ടിൽ. ആ കമന്റിന്റെ റിപ്ലൈയും വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. കാരണം നമുക്ക് ഒട്ടും അറിയാത്ത ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നത്. വിഷ്വലി ചാലഞ്ച്ഡ് ആണെന്ന് ഒരാൾ പറയുമ്പോൾ അത് വെറും ഗിഫ്റ്റ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ സെബ്നേനെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഓർഗനൈസിങ് സെറ്റ് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്ത സമയത്ത് അവരെനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഈ ഗിഫ്റ്റ് ഡിക്ലൈൻ ചെയ്യാണ്, അവർക്ക് ഈ ഗിഫ്റ്റ് വേണ്ട. കാരണം അവർ വളരെയധികം ആഗ്രഹത്തോട് കൂടി ഒരു കമന്റ് ഇട്ട സമയത്ത് അവർ ഗിഫ്റ്റിന് വേണ്ടി ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കത് മെന്റലി ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് ആ ഗിഫ്റ്റ് അവർ ഡിക്ലൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റർ ഞാൻ അവരുടെ അടുത്ത് ഒരുപാട് സംസാരിച്ചു, വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്തു. അപ്പം എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യം, നമുക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പലതും എനിക്കറിയില്ല അതെങ്ങനെയാ പറയേണ്ടത് എന്നുള്ളത്. നമ്മൾ കൈൻഡായിട്ട് ഇരിക്കുക, കൈൻഡായിട്ടുള്ള ചില വാക്കുകൾ പറയുക എന്നുള്ളതൊക്കെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നന്നായിട്ട് ആൾക്കാരെ സഹായിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരാൾ അങ്ങനത്തെ ഒരു കമന്റ് ഇടുമ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇപ്പം എത്രത്തോളം ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായി എന്നുള്ളത് ഞാൻ അവരോട് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി. അവർ വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അവർ വർഷങ്ങളായിട്ട് ദുബായിൽ സെറ്റിൽഡ് ആണ്. അവർക്ക് ഇങ്ങനത്തെ ഒരു ചാലഞ്ച് ഉണ്ടായിട്ടും അവരത് റൈറ്റ്ലി കൊണ്ടുപോകുന്ന, ജോലിയെടുത്ത് ഒരു മോനായി അങ്ങനെ പഠിച്ച് മുന്നോട്ട് വന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കമന്റ് വരുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ അത് എടുക്കാൻ പറ്റണം എന്നില്ല. ഇത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഞാനിത് പറയുന്നത് ഒട്ടും മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. കാരണം അങ്ങനെ കുറച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ കമന്റ്സ് ഇടില്ലല്ലോ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എത്രത്തോളം അവർക്ക് അതിൽ നിന്ന് വിഷമം ഉണ്ടായി എന്നുള്ളത് അവരുടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ദയവ് ഇത് അങ്ങനെയൊക്കെ കമന്റ് ഇടുന്നതിന്റെ മുന്നേ നമ്മുടെ സാഹചര്യം മാത്രമല്ലാതെ അവരെ പറ്റിയും കൂടെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്രേ ഉള്ളൂ. ഇതൊന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ എനിക്കൊരു മനസാക്ഷി കുത്തായി പോകും. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ വേണ്ടി പോവില്ല എന്ന് എനിക്കറിയാം. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഹോഫ്ദോർപ്പ് സെൻട്രം എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. ഇന്നിവിടെ സാധാരണയുള്ള അത്ര തിരക്കുണ്ടാവാനുള്ളൊരു സാധ്യത ഇല്ല കേട്ടോ. കാരണം വർക്കിംഗ് ഡേ ആണ്, പിന്നെ ഉച്ച സമയമല്ലേ. അതുകൊണ്ട് അത്ര തിരക്ക് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ പാർക്കിംഗ് അധികമൊന്നും കാണാനില്ല. അപ്പൊ നമുക്ക് വന്ന കാര്യം പെട്ടെന്ന് തീർത്ത് പോകാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. തുടക്കത്തിലൊക്കെ ഞാൻ യുവീനെയും കൊണ്ട് ഒറ്റയ്ക്ക് പുറത്ത് വരാതിരിക്കാനുള്ളൊരു മെയിൻ റീസൺ ഇതായിരുന്നു കേട്ടോ. കാരണം കാർ സീറ്റ് എടുക്കുക, സ്ട്രോളർ സെറ്റ് ചെയ്യുക, അതൊക്കെ എനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു പണിയായിട്ട് തോന്നുമായിരുന്നു. പക്ഷേ ഏതൊരു മൊമെൻറ്റ് ഞാനത് ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ പറയില്ലേ, കുറേ തവണ ചെയ്യുമ്പോൾ നമുക്കത് നാച്ചുറലി വരുമെന്ന്. അതേപോലെ ഇപ്പം എനിക്ക് ഈസി ആയി തുടങ്ങിയ ഒരു കാര്യം കേട്ടോ ഇത്. പക്ഷേ ഇതെനിക്ക് തുടക്കത്തിൽ ഭയങ്കര എന്നെ ബ്ലോക്ക് ചെയ്യുന്നൊരു കാര്യമായിരുന്നു ഇതൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് ഇവന് വേണ്ടി നമ്മൾ വാങ്ങിയൊരു ഡയപ്പർ ബാഗാണ്. ഇത് നമുക്കിങ്ങനെ സ്ട്രോളറിൽ ഹാങ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇവനെയും കൊണ്ട് പുറത്ത് വരുമ്പോൾ ഫുൾ ടൈം കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ വലുതായില്ലേ, അതുകൊണ്ട് കുറച്ചും കൂടെ ചുറ്റും നോക്കാനും നടക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ രസമാണ് ഇവനെയും കൊണ്ട് പുറത്ത് വരാൻ. അല്ലേ യുവിക്ക് ഇഷ്ടമാണ് നമ്മുടെ ഒപ്പം വരാൻ. നമ്മൾ പൊളിയല്ലേ. ഇന്നൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആണ് മറ്റന്നാൾ. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രദുവിൻ്റെ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. കുഞ്ഞ് ഗിഫ്റ്റ് പ്രദു എടുക്കുമായിരിക്കും വരുമ്പോൾ, അത് അവിടുന്ന് കൊടുക്കാം. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ യുവിയുടെ ഭാഗത്തുനിന്ന് കൊണ്ടൊരു ഗിഫ്റ്റ് കൊടുക്കണ്ട നമുക്ക്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് യുവി കൊടുക്കുന്ന രീതിയിലുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കിയെടുക്കണം. അതും കൂടെ ഇന്നത്തെ ടാസ്ക്കാണ്. ഇതൊരു നല്ല കഫേ കേട്ടോ. ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാം. എൻ്റെ ഒരു കാര്യം, കയറിയിരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തപ്പോൾ ഒരു കാര്യം ആലോചിച്ച്, നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാൻഡ് സൈഡിൽ കുറച്ച് മാറ്റി വെച്ചായിരുന്നല്ലോ, അത് ഞാൻ അവിടെ തന്നെ വെച്ച് പോന്നിക്കണം. അതെടുത്ത് കാർക്ക് വെച്ചിട്ടില്ല. അപ്പം ഞാനൊന്ന് എടുത്ത് വെച്ച് കാർക്ക് വെച്ചതിന് ശേഷം പോയി നമുക്ക് ലഞ്ച് കഴിക്കാം. ലെവൽ ബോധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ മാസ്റ്റർ ചെയ്ത ഒരാളാട്ടോ. വെച്ച സാധനം വെച്ചോടത്ത് വെച്ച് മറക്കും, പിന്നെ രണ്ടാമത് പോയി എടുക്കും. പുറമെ വന്നതിനെ വലിയ കാര്യം. എൻ്റെ ഒരു പുതിയ സ്റ്റാൻഡായിരുന്നു, നല്ല സ്റ്റാൻഡാണ്. നോക്കിയിട്ട് കിട്ടി. ഇന്ന് അധികം ഇവിടെ തിരക്കില്ലാത്തൊരു ദിവസം ആവുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ വലിയ ഉറപ്പൊന്നുമില്ല. ഇത് കാറിലോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് പോവാം. എന്നൊക്കെ വലിയ കിളി പോയ ആളാ വിഷ്ണു തോന്നുന്നു കേട്ടോ. വിഷ്ണു എന്നെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സംശയം വന്നേ ഈ സ്റ്റാൻഡ് ഞാൻ എടുത്തില്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിഷ്ണുവിനോട് ഫോണിൽ പറഞ്ഞു, ഞാൻ ആ സ്റ്റാൻഡ് എടുത്തില്ലേ എന്നൊരു സംശയം, അവിടെ തന്നെ വെച്ച് പോകുന്നുവെന്ന്. അപ്പോൾ വിഷ്ണു എൻ്റെ അടുത്ത് പറയുക, അതിലല്ല ഫോണുണ്ടാവോ ഓടാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ കുറച്ച് കിളി വിഷ്ണുവിന് കുറവാണ്. ഫോണിലല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നേ. എന്താണ് നിൻ്റെ അച്ഛൻ ഇങ്ങനെ? നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് പോയേട്ടോ. അപ്പോൾ അതെ നമ്മുടെ ഐസ് കോഫി ഒക്കെ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു.
ഞങ്ങൾ രണ്ടുപേരും കമ്പനി അടിച്ച് ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയട്ടെ, എനിക്ക് ശരിക്കും എൻ്റെ ലൈഫിലൊരു ചേഞ്ച് വന്നതെന്ന് എനിക്ക് തോന്നിയൊരു മൊമെൻറ്റ് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോഴോ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴോ ഒന്നും ആയിരുന്നില്ല കേട്ടോ. തുടക്കത്തിൽ ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ ഞാനൊരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ ചെയ്യുമായിരുന്നു. പക്ഷേ യുവി എന്നെ ഒരു പോയിന്റിൽ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങിയതും യുവിയുടെ കംഫർട്ട് പോയിന്റ് ഞാനാവാൻ വേണ്ടി തുടങ്ങിയത്, അവൻ എക്സ്പ്രസ് ചെയ്യാനൊക്കെ തുടങ്ങിയില്ലേ, ആ ഒരു മൊമെൻ്റ് ആയിരുന്നു ശരിക്കും എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് സത്യം പറഞ്ഞാൽ പറയുന്നത്. പല കാര്യങ്ങളും ഞാൻ ചിന്തിക്കുന്ന രീതി മാറിയതും എനിക്ക് പല കാര്യങ്ങളും ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പറ്റിയ ഒരു മൊമെൻ്റൊക്കെ ആ ഒരു മൊമെൻ്റായിരുന്നു. നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ, സ്നേഹിക്കാനും സ്നേഹം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളൊരാളുടെ കംഫർട്ട് പോയിന്റ് ആയി തീരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഭയങ്കര ബ്യൂട്ടിഫുൾ ചേഞ്ചസ് എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. നമ്മളിവിടെ ഹേമയിൽ വന്നിരിക്കുക കേട്ടോ. ഇവരുടെ ബേബി പ്രൊഡക്ട്സ് ഒക്കെ നല്ല ക്വാളിറ്റിയാണ്, നല്ല മെറ്റീരിയലാണ്. അപ്പോൾ 3 സാധനം എടുക്കാനാണ് വന്നത്. ഇതിൽ നമുക്ക് ഫോർമുലയൊക്കെ ഇങ്ങനെ മെഷർ ചെയ്ത് കൊണ്ടുപോകാം. ഒപ്പം ഇനി ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇതിലാക്കി എടുക്കാം കേട്ടോ. പിന്നെ വേറൊന്ന്, ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കണ്ടെയ്നേഴ്സ് എടുത്തതാണ്. കാരണം ഇവൻ്റെ സോളിഡ് ഫുഡൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനിങ്ങനത്തെ കുഞ്ഞു കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ എടുക്കാം. ഇത് യുവിക്കുള്ള ടീത്തറാണ്. അങ്ങനത്തെ ഒരു 3 സാധനം കൂടി എടുത്തു. പിന്നെ കുറച്ച് എൻ്റർടൈൻ ചെയ്യാനേ 1-2 പുതിയ ടോയ്സും കൂടെ എടുക്കാം. കാരണം 3 മണിക്കൂർ ഫ്ലൈറ്റ് വരുന്നുണ്ട് നമുക്ക്. 3 മണിക്കൂറൊക്കെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന കുട്ടിയാണ് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത് അവൻ്റെ ഉറക്കം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഫ്ലൈറ്റ് തുടങ്ങുന്നത്. അപ്പോൾ 3 മണിക്കൂർ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആവശ്യം വരും. ഇപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ എടുക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു ഗിഫ്റ്റിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് വിഷ്ണുവിന് മേടിക്കാം. കുറച്ചൊരു ഇമോഷണൽ വാല്യൂ ഉള്ള ഗിഫ്റ്റ് മേടിക്കാം. അതായിരിക്കും എളുപ്പം. കുറേ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇത് കണ്ടോ, നല്ല രസമല്ലേ. പ്രതീക്ഷ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരുന്നു. ഇവിടെ ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഒന്നിക്കും അങ്ങോട്ട് മനസ്സ് ക്ലിക്കാവുന്നില്ല. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങാം. ഇനി എന്ത് വാങ്ങിക്കുന്നത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടാതെ നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ഹലോ ബേബി ബോയ്. ഇവിടെ ഇങ്ങനെ അച്ഛന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഗിഫ്റ്റൊക്കെ കണ്ടു. പക്ഷെ എല്ലാം ഡച്ചിൽ എഴുതിയിരിക്കുന്നത്. ഡച്ചിൽ എഴുതിയത് കൊടുത്താൽ വിഷ്ണുവിന് അങ്ങനെ ഇമോഷൻ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കണ്ടു യുവി, ഇതാക്കിയല്ലോ ഒരു ഗിഫ്റ്റ്. ഗുഡാണോ? ഇഷ്ടപ്പെട്ടോ? അത് ഇഷ്ടപ്പെട്ടിരിക്കണം. അപ്പോൾ ഇതാണ് യുവി കൊടുക്കണ ഗിഫ്റ്റ് കേട്ടോ അച്ഛന്. അച്ഛ ഐ ലവ് യു എന്നായിരുന്നു കുറച്ചും കൂടി ഡ്രസ് ഉണ്ടായിരുന്നതാണ്. പപ്പ ഐ ലവ് യു. ഇവനുണ്ടല്ലോ എൻ്റെ ഒപ്പം വിഷ്ണുവിൻ്റെ ഒപ്പം പുറത്ത് വരുമ്പോൾ 2 സ്വഭാവമാണ്. എൻ്റെ ഒപ്പം വരുമ്പോൾ കുറച്ചും കൂടെ കോപ്പറേറ്റീവാണ്, കുറച്ചും കൂടെ എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നൊക്കെ ചിന്തിക്കും. വിഷ്ണുവിൻ്റെ ഒപ്പം മാത്രം പുറത്ത് വരുമ്പോൾ കടന്ന് കുതിര കളിക്കാറുണ്ട് എന്ന് പറയാൻ. കണ്ണൊന്ന് തെറ്റി അപ്പം കൊണ്ടുപോകും വായക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഗുഡാണോ? ഗുഡാണ്. ഇതെടുക്കാട്ടോ രണ്ടും. ഇവനായിട്ട് പുറത്ത് വരാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായൊരു വലിയ മാറ്റം എന്താ അറിയോ? കുറച്ചും കൂടെ സോഷ്യലായി. എല്ലാവർക്കും എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ട്. ഇവനും റൂട്ടിൽ കൂടെ പോകുന്ന എല്ലാവരും അടുത്ത് ഹായ് ഹലോ ഒക്കെ പറയും. പിന്നെ നമ്മൾ പിള്ളേരെ കാണുമ്പോൾ പൊതുവേ നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കോംപ്ലിമെൻറ്റ് ചെയ്യില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഇൻട്രാക്ഷൻസ് കൂടി ഞാൻ പുറത്തിറങ്ങുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യം ചെയ്യുക, തിരിച്ചു വരിക എന്നല്ല ഉണ്ടായിരുന്നുള്ളൂ. ഇവയ്ക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കോംപ്ലിമെൻറ്റ്സ് ഉണ്ട് യുവി. ഇവിടെ ഐലാഷസ് ഭയങ്കര ഗുഡാണ്. ഇങ്ങനെ കാണുമ്പോൾ പറയാറുണ്ട്. പൊതുവേ എനിക്കും തോന്നും കുറച്ചൊരു വലിപ്പം കൂടുതലുണ്ട് കണ്ണിന്. എൻ്റെ കണ്ണ് അങ്ങനെയാണ്. മുഖം വലിയ ഭംഗിയില്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞോ? ചെറിയൊരു പാലുകൂടി കഴിഞ്ഞു. ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം കയ്യിലിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി സ്ട്രോളറിൽ ഇരുത്താം. സമയമില്ല കേട്ടോ, 1 മണിക്കൂറും കൂടെ ഉള്ളൂ. കടകളൊക്കെ കച്ചറയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം നമ്മൾ മൈൻഡ് ചെയ്തിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാലേ കുറച്ച് കഴിഞ്ഞ സ്വഭാവം കൂടും. കൂടുന്നു. ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. നമുക്കിനി ഇത് ബില്ല് ചെയ്യാം. ഇത് വിഷ്ണുവിന് നമ്മൾ ബർത്ത്ഡേയുടെ ദിവസേ ഒരു റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർപ്രൈസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഐഡിയ ഇല്ല എന്താണ് ഏതാണെന്നൊക്കെ. റൂഫ് ടോപ്പ് നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പേര് ഡ്രസ്സ് ഇത് വാങ്ങിയത്. സത്യം പറഞ്ഞ ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാനും വിഷ്ണുവും കുറച്ചധികം എക്സൈറ്റഡ് ആണ്. കഴിഞ്ഞൊരു കൊല്ലമായിട്ട് നമ്മൾ വേറെ പല കാര്യങ്ങളിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് കാലത്തിന് ശേഷം നമ്മളിങ്ങനെ നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം ട്രിപ്പ് പോകുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ, എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളന്ന് ചെയ്യേണ്ടതെന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് വേണ്ടി നമ്മൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് ആവശ്യമുള്ളപ്പോഴേ പല കാര്യങ്ങളും നമ്മൾ കാണുള്ളൂ എന്ന് പറയില്ലേ, അങ്ങനെ ഒന്നാണ്. ഇവിടെ അധികം കടകളിൽ പോകുമ്പോഴും നമുക്ക് ബേബി സ്ട്രോളർ നമ്മുടെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ റൂം നമുക്ക് ഡ്രസ് ചേഞ്ചിങ്ങിന് വേണ്ടി കിട്ടും. അപ്പോൾ ഇവിടെയും നമുക്കങ്ങനെ റൂം കിട്ടിയിട്ടുണ്ട്. ഇതാട്ടോ ഒന്ന്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രീ സൈസിൽ വരുന്ന ഒരു ടോപ്പ്. ഗുഡാണോ ഒബി? ഇത് ഇഷ്ടമായോ? ഒബിക്ക് ഇഷ്ടമായോ?
ഇവയ്ക്കൊന്ന് വീട്ടിൽ പോയാൽ മതി അല്ലേ? പോവാ, അതും കൂടെ കഴിഞ്ഞ് നമ്മൾ പോവായി കേട്ടോ. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ യുവി ഉറങ്ങണില്ല, കാരണം കുറേ സാധനം കാണാണ്ടല്ലോ. 2-3 ഡ്രസ്സും കൂടെ ട്രൈ ചെയ്തു കേട്ടോ. അവസാനം 2 എടുക്കാമെന്ന് വെച്ചു. ഇവിടെ യുവി അത്യാവശ്യം നല്ല ഉറക്കമായിട്ടുണ്ട്. ആക്ച്വലി പിള്ളേർ കരയുമ്പോണ്ടല്ലോ, നമുക്ക് അവരുടെ കരച്ചിൽ പെട്ടെന്ന് മാറ്റാൻ അവർക്ക് വേണ്ട കാര്യം ചെയ്ത് കൊടുക്കാൻ എളുപ്പം എനിക്കും അറിയാം. പക്ഷെ എനിക്ക് അമ്മു ചേച്ചി പറഞ്ഞൊരു പാടായിരുന്നു, കുറേ നമ്മൾ അവർക്ക് അനുസരിച്ച് നിന്ന് കൊടുക്കരുത്, അത് എളുപ്പമാണ്. അവരെ കുറച്ച് ഇപ്പോൾ സ്ട്രോളർന്ന് അവൻ കരയുമ്പോൾ ഞാൻ എടുത്താൽ അവന് മനസ്സിലാവും കരഞ്ഞെപ്പോഴും ഞാൻ എടുക്കുന്നു. അത് നമ്മൾ ഒരു തവണ ചെയ്താൽ അവർ പെട്ടെന്ന് പഠിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു പുറത്തവനിങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷെ അവസാനം ഇപ്പോൾ അവൻ ഉറങ്ങി. ഇനി അവൻ ഞാൻ പറഞ്ഞത്, ഇത് പിള്ളേർ കരയുമ്പോൾ എളുപ്പമുള്ള കാര്യം ചെയ്ത് നമുക്ക് പെട്ടെന്ന് കരച്ചിൽ മാറ്റാനാണ് എളുപ്പം. പക്ഷേ അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനാണ് ബുദ്ധിമുട്ട് എന്നുള്ളൊരു വേദവാക്യം ഞാൻ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. പാവണ്ട്, നല്ല ഉറക്കായി. ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോളും, പാല കുടിച്ചതല്ലേ. ഇതെന്തൊരു കളറ്, ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ. വീട്ടിൽ പോ. അങ്ങനെ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയെന്ന് എനിക്ക് തോന്നണേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് തീർന്നതാണ്, വലിയ കാര്യങ്ങളില്ല ഇനി ചെയ്യാൻ. അപ്പോൾ ഇനി ചെന്ന് റിലാക്സായി ബാക്കിയുള്ളതും കൂടെ എടുത്ത് വെച്ച് നമുക്ക് രാത്രി 10-10:30 ആകുമ്പോൾ കിടക്കണം. കാരണം നാളെ ഒരു 4:30 ആകുമ്പോൾ നമുക്ക് ഇറങ്ങണം വീട്ടിൽ നിന്ന്. ഓരോ കടകളിൽ കയറി ഇറങ്ങുമ്പോഴേ ഒരു 4 കൊല്ലം മുന്നേ നമ്മളൊരു 100 യൂറോയ്ക്ക് നമുക്കൊരു 5-6 ടോപ്പ് കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പം അതേ വിലയ്ക്ക് നമുക്കൊരു 3-4 ടോപ്പൊക്കെ കിട്ടുന്നുള്ളൂ. കൊറോണയ്ക്ക് ശേഷം എന്തുപോലെ ഓരോ സാധനങ്ങൾക്ക് വില കൂടിയിരിക്കുന്നതെന്ന് അറിയുമോ? ക്രോസ് ചെയ്യട്ടെ. പറഞ്ഞു വന്നത്, നമ്മുടെ കൈക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമേ കൂടാത്തുള്ളൂ, അങ്ങോട്ട് പോകുന്നതൊക്കെ നല്ലോണം കൂടിയിട്ടുണ്ട്. ടോപ്പിനൊക്കെ ഭയങ്കര റേറ്റ് കൂടിയ പോലെ മുന്നത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. എൻ്റെ തോന്നലല്ല എന്നാണ് എൻ്റെ വിശ്വാസം, കാരണം എല്ലാവരും ഇവിടെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് എടുത്തോട്ടോ യുവിക്ക്. ഇത് നമുക്ക് അകത്തത് വൈറ്റ് നമുക്ക് റോംബറായിട്ട് ഇടാം. എന്നാൽ പിന്നെ രാവിലെ എണീക്കുമ്പോൾ മുകളിലത്തെ ഒരു സാധനം മാത്രം ചേഞ്ച് ചെയ്താൽ മതി. രാവിലെ 4:30 ഇവനെ മുഴുവൻ മാറ്റാൻ വേണ്ടി തന്നാലേ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇത് ഈ മോളിലെ പിള്ളേർക്ക് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ചെറിയ റൂമാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം സൗകര്യമുണ്ട്. ഒരു ചെറിയ വാഷ് ബേസിൻ, വലിയ വാഷ് ബേസിൻ, പിള്ളേരുടെ ടോയ്ലറ്റ്, ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ഒരു ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷനൊക്കെ ആയിട്ട് വലിയ തിരക്കേടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ, മാർച്ചിൽ നാട്ടിലോട്ട് വരുന്നില്ലേ എന്നുള്ള കമൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലോട്ട് മാർച്ചിൽ വരുന്നത് നമ്മൾ ക്യാൻസൽ ചെയ്തു എന്നുള്ളത്. ഒരു കണക്കിന് ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് നന്നായിട്ടോ, കാരണം ഇവിടെ നിന്നുള്ള അധികം ഫ്ലൈറ്റ് നമുക്ക് മിഡിൽ ഈസ്റ്റ് വഴിയല്ല ഉണ്ടായിരിക്കുക. അപ്പോൾ ഓൾറെഡി ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ആയാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് കണ്ടീഷനിൽ. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ഞാൻ വരുന്നില്ലാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ഗസ് ചെയ്ത് കണ്ടു രോഹിത്തിൻ്റെ എൻഗേജ്മെൻറ്റിനാണോ ഞാൻ നാട്ടിലോട്ട് വരുന്നത് എന്നുള്ളത്. സത്യമായിട്ടും അല്ല കേട്ടോ, രോഹിതൻ അങ്ങനെ കല്യാണപ്രായമായോ എന്നുള്ളത് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവൻ ചിന്തിച്ചു തുടങ്ങിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിനല്ല വരുന്നത്, അമ്മയുടെ റിട്ടയർമെൻറ്റ് സ്പെസിഫിക്കലി അല്ല വരാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഫംഗ്ഷൻ തന്നെയായിരുന്നു. പക്ഷെ അത് ഞാൻ കുറച്ചും കൂടെ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്താ ഫംഗ്ഷൻ എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ രോഹിത്തിൻ്റെ എൻഗേജ്മെൻ്റ് അല്ല എന്തായാലും, കാരണം ഒരുപാട് പേര് ഗസ് ചെയ്യുന്നത് കണ്ടപ്പോൾ അതൊന്ന് എടുത്ത് പറയണമെന്ന് തോന്നി, അതാ പറഞ്ഞത്. യു വി ഒരു ഗുഡ് സ്ലീപ്പൊക്കെ കഴിഞ്ഞ് എണീറ്റല്ലേ? ഗുഡ് ബോയ് ആയിട്ട് എണീറ്റല്ലേ? നമ്മളെല്ലാം വാങ്ങി ഇത് ഫുള്ളായിട്ട് തിരിച്ചു പോവാണ്. അവിടെ ഇന്ത്യയും ഇംഗ്ലണ്ടും കൂടെയുള്ള കഠിനമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിഷ്ണു പറയുണ്ടായി. അതുകൊണ്ട് മെല്ലെ വന്നാൽ മതി പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു, കാരണം നമ്മൾ വന്ന ഡിസ്ട്രാക്ഷനാണല്ലോ. അപ്പോൾ ഇനി നേരെ നമുക്ക് വീട്ടിൽ പോകാം. 6 മണിയായി, കടകളൊക്കെ അടച്ചു. ഇനി വീട്ടിൽ പോകുന്നു, ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് ഫ്രഷാവുന്നു, പാക്ക് ചെയ്യുന്നു. ഇനി കുറച്ച് പണിയെടുക്കാനുണ്ട്, പണിയെടുക്കുന്നു, കിടന്നിറങ്ങുന്നു, നാളെ രാവിലെ എണീക്കുന്നു, പോകുന്നു. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം നമുക്ക്. ഏകദേശം കടകളൊക്കെ അടച്ച് ഒരു 6 മണിയാകുമ്പോഴാണല്ലോ നമ്മൾ കാർ പാർക്കിങ്ങിലെത്തിയേ. അപ്പോഴേക്ക് വേറെ കാറുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ മാത്രമേ ഏകദേശം ഉണ്ടായിരുന്നുള്ളൂ. എനിക്കുണ്ടല്ലോ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന സമയങ്ങളിൽ എനിക്ക് ചെറിയൊരു പേടി വരും. അതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുമായിരുന്നു. വളരെ കുറച്ച് കാറുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുകയായിരുന്നു. നമ്മൾ വാങ്ങിയ കാര്യങ്ങൾ മുഴുവൻ സ്ട്രോളറിൻ്റെ അടിയിലാണല്ലോ വെച്ചിട്ടുള്ളത്. അത് മുഴുവൻ ഒരു കവറിലോട്ട് മാറ്റി നമുക്ക് കാറിൻ്റെ അകത്ത് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് സ്ട്രോളറെല്ലാം മടക്കി കാറിൻ്റെ ബാക്കിലോട്ട് വെക്കാൻ. നമ്മളെത്തി. ഞാൻ വിഷ്ണുവിനോടൊന്ന് വരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ, കാരണം കുറേ നമുക്ക് എടുക്കാനുണ്ടല്ലോ, അല്ലെങ്കിൽ 2 തവണ ഞാൻ പോയി വരണം, ചുമ്മാ മടി. അപ്പോൾ വിഷ്ണു ഫസ്റ്റ് ഒന്നല്ല, ഗുഡ് ബോയ് ആയിരുന്നോ? ഇടയ്ക്ക് കുറച്ച് ബാഡ് ബോയ് ആയി. അപ്പോൾ മൈൻഡ് ചെയ്തിരുന്നപ്പോൾ വീണ്ടും ഗുഡ് ബോയ്. എങ്ങനെയായിരുന്നു കളി? 7 റണ്ണാ ജയിച്ചെന്നൊക്കെ എന്നോട് ഫോണിൽ വിളിച്ച് അപ്ഡേറ്റ് തന്നായിരുന്നു അല്ലേ? ഇനി നമ്മള് പോണ സ്ഥലത്ത് നമ്മൾ ചിത്രം TV ഒക്കെ ആയിട്ടാണ് പോണത്. അവിടെ ഞായറാഴ്ച ഉച്ചയ്ക്കല്ലേ കളി.
അപ്പോൾ ഞായറാഴ്ച ഉച്ച വരെയാണ് നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോകുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ വീട്ടിൽ വരുന്നു, എങ്ങനെ കളി കാണണം എന്നൊക്കെ റിസർച്ച് നടത്തിയിട്ടാണ് പോണത്. ലവിഷ്, ഹേ യുവാപ്സ്, നമ്മുടെ ഒപ്പം ഗുഡ് ആയിരുന്നു എന്ന് പറ. അച്ഛനെ കൂട്ടിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കേണ്ടി വരും കേട്ടോ. അച്ഛനെ കൂട്ടിയിട്ട് നമ്മൾ പോകണ്ട, നമുക്ക് പോവാം. അച്ഛനെ കൂട്ടി നമ്മൾ വീട്ടിലിരിക്കും. ഞാൻ എടുക്കാം അവനെ സാധനങ്ങൾ എടുത്തു. ചുംബിഷിന്റെ ഉറക്കത്തിന്റെ സമയമായിട്ടുണ്ട് ഏകദേശം. ഇനി അവനെ ഭക്ഷണം കൊടുക്കുന്നു, ഒന്ന് മേല് കുളിപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അതിനുശേഷം ചുംബിഷ് മെല്ലെ ഉറങ്ങുന്നു. അമ്മ അച്ഛനും പാക്ക് ചെയ്യുന്നു. നമ്മൾ നാളെ ചുംബിഷിനെ രാവിലെ എണീപ്പിക്കുന്നു, കൊണ്ടുപോകുന്നു കേട്ടോ. യൂഷി ട്രിപ്പ് പോകാൻ ഉഷാറായിട്ടിരിക്കുകയാണ് അല്ലേ യൂഷി? വിഷ്ണുവിനൊക്കത്ത് കൊണ്ടുപോകണ പോലെ ഉണ്ട്. ഇന്നലെ തൊട്ട് എല്ലാവരും പറയേണ്ടി കുറച്ചും കൂടെ കൂടുതൽ വിഷ്ണു ചായ വന്നിട്ടുണ്ട്. ഉണ്ടോ വിഷ്ണു ചായ വന്നിട്ടുണ്ടോ? ഇതേപോലത്തെ ഒരു ഷർട്ടും പാൻസും വിഷ്ണുവിനുണ്ട്. ഞാൻ പറയുന്നു അതേപോലെ വന്നിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന്. ഇപ്പോൾ ഒരു ഒരേ സ്കൂളിലല്ല എന്നാണ് പറയണത്. ആ ടി വി ഓഫ് ചെയ്യൂ വിഷ്ണു. എന്താണ് തല കുത്തനെയൊക്കെ നോക്കുന്നത് വിഷ്ണു? ചുംബിഷ് പറഞ്ഞു കൊടുക്കും എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് പറഞ്ഞു കൊടുക്കും. നമ്മൾ ആദ്യം പോയി ലഞ്ച് കഴിച്ചു. യുവി അമ്മ ലഞ്ച് കഴിക്കണം നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് ടീത്തറൊക്കെ വെച്ചിട്ടിരുന്നു. ഇല്ല, ഗുഡ് ബൈ ആയിരുന്നു. പിന്നെ ഞാൻ സെൽഫി സ്റ്റിക്ക് വെച്ച് മറന്നോട്ട് വേണ്ടി ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്തത്? കുറേ സാധനങ്ങൾ വാങ്ങി അല്ലേ? H&M കുറച്ച് കച്ചറ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മൈൻഡ് ചെയ്തില്ല. കരയല്ല ബേബി പൂ പറഞ്ഞു. അപ്പൊ മൈൻഡ് ചെയ്യാതെ കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞിട്ട്. ഇതാണ് യുവാൻഷിന്റെ ലഞ്ച്. ഇതില് ഡിന്നർ കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ചിക്കൻ വേവിച്ചത്, ക്യാരറ്റ്, പംകിൻ, ഇതിന്റെ മൂന്നിൻ്റെയും കൂടി ഒരു മിക്സ് ആണ് ഇന്ന് യുവിയുടെ ലഞ്ച്. കഴിക്കുകയോ? വി ഗുഡ് ബോയ് ആണ് ലഞ്ചൊക്കെ കഴിച്ച ഡിന്നറൊക്കെ കഴിക്കുന്നതിൽ. നമ്മള് ട്രാൻസാവിയ എന്ന് പറയുന്ന ഒരു ഇതിലാട്ടോ പോകുന്നത്. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ചെറിയ പെട്ടി വെച്ചിട്ടുണ്ടാവും ക്യാബിൻ ബാഗിന്റെ സൈസിൽ. 40, 30, 20 ആണ് ഡയമെൻഷൻസ് വരുന്നത് തോന്നുന്നു. അതിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാളെ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു സാധനത്തിനുള്ളിൽ ഫിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ എക്സ്ട്രാ പൈസ വാങ്ങിക്കും. ഇവര് ഇങ്ങനത്തെ എയർവേസ് യുവിനെ എടുക്കാത്തതിനാട്ടോ. മൈൻഡ് ചെയ്യില്ല യുവി. കുറച്ചു നേരമൊക്കെ നമ്മൾ സ്വന്തം കിടന്ന കളി എന്റർടൈൻമെന്റ് കിടന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ ഒരു ബാഗ്. ഇത് യുവിയുടെ ഡയപ്പർ ബാഗായിട്ട് യൂസ് ചെയ്യാം. ഇതിൽ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മളിപ്പോൾ 4 ദിവസം ട്രിപ്പ് പോകണമെന്ന് അവർ പറയണം. നമ്മുടെ കാര്യത്തിൽ പറ്റില്ലായിരുന്നു, കാരണം ഇവൻ്റെ സാധനം കൂടെ ഉണ്ടല്ലോ. ഗീതും പ്രതു കൊടുത്തു എക്സ്ട്രാ ലഗേജ്. നമ്മൾ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചതാണ്. ഇതെൻ്റെ പുതിയ പെട്ടിയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചതാണ് ഈ സംഭവം. വിഷ്ണുവിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് അല്ലേ എന്നൊരു സംശയം. യു വാണ്ട് 40 ആണോ? ഇതാണ് അതിൽ കൊള്ളണ ബാഗ്. ഇതിനുള്ള സാധനങ്ങൾ കുറച്ചും കൂടെ കൊള്ളുമായിരിക്കും തോന്നണു. പാക്കിംഗ് കാര്യമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ വന്ന ബാഗിൽ വിഷ്ണുവിൻ്റെ എല്ലാ സംഗതികളും നമ്മൾ കയറ്റി കിട്ടും. ഇത് വിഷ്ണുവിൻ്റെ പേഴ്സാണ്. വിഷ്ണുവിൻ്റെ പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകുന്ന കേട്ടോ. ഇത് ദീപചേച്ചി ഗിഫ്റ്റ് തന്നതാണ്. ദീപചേച്ചി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ദീപചേച്ചി അല്ല, നാട്ടിൽ നമുക്കൊരു ദീപചേച്ചി ഉണ്ട് എറണാകുളത്ത്. അപ്പോൾ ദീപചേച്ചി ഗിഫ്റ്റ് തന്നതാണ്. ഇതിൽ നമ്മുടെ 3 പേരുടെ പാസ്പോർട്ട്, അതേപോലെ എൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കയ്യിൽ വെക്കുന്ന ഒരു പേഴ്സ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ സത്യം പറഞ്ഞാൽ. യുവി നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് എല്ലാവരുടെയും ഡോക്യുമെന്റ്സ് ഒന്നിലാക്കി വെക്കാൻ പറ്റിയ കുറച്ചും കൂടി ഈസി അല്ലേ. അപ്പോൾ അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു കാർഡാണത്. പേഴ്സാണത്. രാത്രിയായപ്പോക്ക് പോവാൻ ഭയങ്കര എക്സൈറ്റഡ് ആയതുപോലെ കേട്ടോ. ഞാനും വിഷ്ണുവും പറയായിരുന്നു കുറേ കാലത്തിന് ശേഷം ട്രിപ്പിന് ഭയങ്കര എക്സൈറ്റഡ് ആയതുപോലെ ഒരു ഫീല്. ഇത് യുവിക്ക് നാളെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. 7:30 നമുക്ക് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ അവൻ അതുവരെ ഉറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ ഉണരുമായിരിക്കും. അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ട. അപ്പോൾ അതിന് കുറച്ച് മാങ്ങ അടിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ കുറച്ച് മുന്നേ ഇവൻ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വാങ്ങിയൊരു സാധനമായിരുന്നു. നാട്ടിലൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണല്ലേ. അപ്പോൾ ഇതെനിക്ക് ഇതുവരെ ഉപയോഗം വന്നിട്ടില്ല. ഇപ്പൊ പിന്നെ കുറച്ച് കട്ടിക്കുമല്ലേ സോളിഡ്സ് കൊടുക്കുന്നത്. പക്ഷെ നാളെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിലാക്കി എടുക്കാന്ന് വിചാരിച്ചു. ഇതിലിങ്ങനെ സ്പൂണിന്റെ ഹെഡും വരുന്നുണ്ട്. ഒപ്പം നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഹെഡും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാക്കിയിട്ടാണ് നമ്മൾ നാളത്തേക്കുള്ള മാങ്ങ എടുക്കുന്നത്. ബാക്കി 2 കയ്യിലെടുക്കാന്ന് വിചാരിച്ചു. അവൻ എപ്പോഴെങ്കിലും ഒക്കെ വിശക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കാൻ. അപ്പോൾ ഇത്രയാണ്. ഇതൊന്ന് അരച്ചെടുക്കട്ടെ.
തന്നെ അടച്ചിട്ട് ഫ്രീസറിൻ്റെ അകത്ത് വെക്കുക ചെയ്യണം കേട്ടോ. നാളെ നമ്മൾ ഇറങ്ങാൻ നേരത്തെ എടുത്തിട്ട് ബാഗിലിടാം. അപ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തി ഇവന് കൊടുക്കുന്ന നേരമാകുമ്പോഴേക്ക് അത് പ്രോപ്പർലി ഡീഫ്രോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. പാക്കിംഗ് തുടങ്ങിയിട്ടില്ലേ? You know we are good girls and boys. ഞങ്ങൾ പാക്കിംഗ് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ കുറച്ചൊക്കെ സാധനം പെട്രാപ്പിക്ക് വെക്കാൻ മാത്രമേ ഉള്ളൂ. ഗീതുവിനെയും പ്രദുവിനെയും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഫുൾ ഐറ്റിനറി ഡിസൈഡ് ചെയ്തിട്ടുള്ള ഗീതുവാണ്. ബാക്കി കാര്യങ്ങളെല്ലാം വിഷ്ണുവും ഗീതുവും കൂടിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും അതിൻ്റേതായിട്ടുള്ള നാളെ പോകുകയാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരില്ലേ, അതിൻ്റെ ഫോണിലുള്ള ലാസ്റ്റ് മിനിറ്റ് ഡിസ്കഷൻസ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാക്കിംഗ് ഓൾമോസ്റ്റ് തീർന്നതായിരുന്നു. പക്ഷെ ആ പെട്ടിയുടെ വലിപ്പം കുറച്ച് ചെറുതായി പോയി. നമ്മൾ എക്സ്ട്രാ 25 കിലോ കേട്ടോ എടുത്ത്. പക്ഷേ ഇതിൽ ഒരു 18 kg ആയപ്പോഴേക്കും അത് ഫുള്ളായി. അപ്പോൾ കുറച്ചും കൂടെ വലിയ പെട്ടി എടുത്തിട്ട് വന്നു. എന്തായാലും ഇന്ന് ആദ്യം തൊട്ടേ പാക്ക് ചെയ്താ, അവസാനം റീപാക്കിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ചെറുപയർ കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുപയർ കറി, മസാല മുട്ട, എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മസാല മുട്ട. മസാല മുട്ട പിന്നെ പുട്ടും. അപ്പോൾ ഇതൊന്ന് കഴിച്ചതിന് ശേഷം സമയം 10:15 നമുക്കൊരു 10:30 ആകുമ്പോൾ ഞാനൊന്ന് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായി കിടക്കണം. 11:30 11:45 ആകുമ്പോഴേക്ക് കിടക്കാൻ പറ്റുമായിരിക്കും. അല്ല വിഷ് അങ്ങനെ വിഷ്ണു നല്ല അതിഗംഭീരമായി കിച്ചൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിച്ചൺ ക്ലീൻ ചെയ്യേണ്ട വിഷ്ണുവിന്റെ മുന്നിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന തന്നെ മലയാളി. നമ്മളങ്ങനെ പാക്കിംഗ് ഓൾമോസ്റ്റ് തീർന്നിരിക്കുന്നു. ഇനി കുറച്ച് സൺഗ്ലാസും അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടി അടക്കാല്ലേ. തമാശ. പെട്ടി അടച്ചിട്ട് ഇത്തവണത്തെ ഷോൾഡർ ബാഗ് നമ്മൾ 2 ക്യാബിൻ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നിന് നമ്മൾ ഫുള്ള് വിഷുവിന് ഡ്രസ്സ് വെച്ചു. മറ്റേ 25 കിലോ എൻ്റെ ഇവിടെയും കൊണ്ടു കേട്ടോ. ഇത് അത്ഭുതമായിരിക്കുന്നു. അതുകൊണ്ട് അതും ഈ ഒരു ട്രിപ്പിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ ആ ഒരു ബാഗില് നമ്മൾ 25 കിലോ നിറച്ച്, ബാക്കി ഷോൾഡർ ബാഗിൽ യുവിയുടെ കുറച്ച് വാട്ടർ ബോട്ടിൽസും പിന്നെ ഫ്രൂട്ട്സും പിന്നെ നേരത്തെ കാണിച്ച മാംഗോന്റെ പ്യൂരിയൊക്കെ അല്ലേ, അതൊക്കെ വെച്ചിട്ട് നമുക്കത് എടുക്കാം. നമ്മൾ 2 ദിവസമായി പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇന്നിപ്പോ എത്രയെങ്കിലും ആയത് 2 ദിവസം പാക്ക് ചെയ്യാൻ തുടങ്ങിയോണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ശിവരാത്രി ആയാണ്. പെട്ടി നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ പെട്ടിയാണ് കേട്ടോ. വിഷ്ണു ആദ്യമായിട്ട് ആംസ്റ്റർഡാമിക്ക് വരുന്ന സമയത്ത് വാങ്ങിച്ച പെട്ടിയാണ്. ഓർമ്മ ഉണ്ടോ അത്? എനിക്ക് ഓർമ്മ ഉണ്ട്. ഞാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനായിട്ട് വാങ്ങിയത് അതുള്ളത് പറഞ്ഞ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഈ പെട്ടി നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല കേട്ടോ, പെട്ടിക്ക് ആയിട്ട് കേടൊന്നും വന്നിട്ടില്ല. അവിടെ ഇവിടേക്കായിട്ട് ചെറിയ സിബിനൊക്കെ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ വലിയ പെട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു സൈഡ് യുവിയുടെ സാധനങ്ങൾ ഫുള്ളും, ആ ഒരു സൈഡ് എൻ്റെ സാധനങ്ങളും, ഒപ്പം യുവിയുടെ കുറച്ച് സാധനങ്ങളും കൂടെ പാക്ക് ചെയ്ത് നമ്മൾ ഈ പെട്ടി അടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് കുറച്ച് എന്താണ് ചില്ലി ഫ്ലേക്സ്. ഇനി ചില്ലി ഫ്ലേക്സ് ഐശ്വര്യ പേര് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. ചില്ലി ഫ്ലേക്സിൽ അത് ജീവിക്കാൻ പറ്റില്ല എന്നായിട്ടുണ്ട്. കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പച്ചമുളക്, ഇത് 3 നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം അന്ന് നമ്മൾ സ്വിസ്സിൽ പോയപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. ഇത്ര നല്ലൊരു മുഖമുള്ളപ്പോൾ മുഖം കാണിച്ച് വർത്താനം പറഞ്ഞൂടെ. അപ്പോൾ അന്ന് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് നമ്മൾ 4 പേരും കൂടെ കിച്ചണിൽ നിന്ന് കുറേ നേരം കുക്ക് ചെയ്ത് നല്ല നമുക്ക് ഓർക്കാൻ ഇഷ്ടമുള്ളൊരു സമയമാണ്. ഇപ്പോഴും നമ്മൾ പറയാം അന്നത്തെ ഈവനിങ് അടിപൊളിയായിരുന്നില്ലേ എന്ന്. അതുകൊണ്ട് നമ്മൾ ഇത്തവണത്തെ ഐറ്റ്നറി ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ കുക്ക് ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ശരി, ഒരു ദിവസം കംപ്ലീറ്റ് അല്ല, ഒരു ദിവസം വൈകുന്നേരം. മറ്റേ സൺഡേ കളി വരുന്നുണ്ടല്ലോ. ആരൊക്കെ നമ്മളെ വിഷ്ണു ഫൈനൽ വരുന്നത്? ഇന്ത്യ ന്യൂസിലൻഡ്. ന്യൂസിലൻഡിലല്ലേ മറ്റേ രജിത് രവീന്ദ്രനുള്ളത്? രജിൻ രവീന്ദ്രൻ. പുള്ളിയുടെ പേര് എനിക്ക് ഭയങ്കര അന്നൊരു അത്ഭുതം തോന്നിയ പേരായിരുന്നു. ന്യൂസിലൻഡിൽ പുള്ളി ഇന്ത്യയിൽ വരണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ അപ്പോൾ ന്യൂസിലൻഡും ഇന്ത്യയും കൂടെയാണ് നമുക്ക് ഫൈനൽ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുളകിതന്മാരായിട്ട് കുക്ക് ചെയ്യുന്നതാണ്. എന്തെങ്കിലും പറയണ്ടോ? ഇഷ്ടം ആഡ് ചെയ്യാനുണ്ടോ? എനിക്ക് എൻ്റെ എന്താ പറയുക, പാക്കിങ് കഴിഞ്ഞപ്പോഴേ ഭയങ്കര ഒരു എനർജി കൂടിയ പോലെ ഉണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പാക്കിങ് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ മെല്ലെ പോയി കിടക്കട്ടെ. നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ വിഷ്ണു. സമയം നമ്മൾ വിചാരിച്ചതിനേക്കാളും തിരക്കലാണല്ലോ. നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ലേറ്റ് ആയിട്ടോ. 12:15 സമയം. ഞാൻ ഒരു 11 മണിയാകുമ്പോൾ വന്ന് കിടക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് കൃത്യം 4 മണിക്കൂർ ഉറങ്ങാനുണ്ടാവുള്ളൂ. 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 4:30 ആകുമ്പോഴേക്ക് എല്ലാം കഴിഞ്ഞ് 4:45 ആകുമ്പോഴേക്ക് ഇവിടെ നിന്ന് ഇറങ്ങി 5:30 5:45 നമ്മൾ നേരത്തെ അല്ലേ ഇറങ്ങണത്? ബാക്ക് ട്രാക്ക് ചെയ്ത് കുറച്ച് നേരത്തെ ഇതുപോലെ 5:15 5:30 ഇറങ്ങിയാൽ പോരാ. 6 മണിക്ക് എത്താൻ 7:30.
ഓക്കെ, അപ്പോൾ കറക്റ്റായിരിക്കും സമയം. എനിക്ക് ടൈം കാൽക്കുലേഷൻ അറിയില്ലല്ലോ. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി കിടലായിട്ട് കാണാം. നിങ്ങൾ എവിടെയാണ് എത്തുന്നത് എന്നുള്ളത് അവിടെ എത്തിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത്ര വലിയ സസ്പെൻസ് ഉള്ള സ്ഥലമൊന്നുമല്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ പറയാം. അപ്പോൾ നാളെ സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം. നാളെ പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ.